ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് കോട്ട് സെറ്റിലും ടോപ്പിലും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇതൊക്കെ വരുന്ന ഒരു കോറ കോട്ടൺ മെറ്റീരിയലിലാട്ടോ. ഇത് നല്ലൊരു എംബ്രോയിഡറി വർക്ക് ആട്ടോ നമ്മൾ ഇതിൽ ചെയ്തേക്കുന്നത്. ഹെവി ത്രെഡ് എംബ്രോയിഡറി വന്നിട്ടുള്ള കോട്ട് സെറ്റ് ആണ്. ഇപ്പോഴും വാഷ് ചെയ്താലൊന്നും ഒരു പ്രോബ്ലവും വരാത്ത ടൈപ്പ്, എത്ര നാൾ വേണമെങ്കിലും ലാസ്റ്റ് ചെയ്തോളൂ. ടിഷ്യൂ ഒക്കെ ഒരുപാട് പേരുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മളൊരു മൽ ഫാബ്രിക്കിലാണ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി ബൂട്ടിക് ടേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാൻ മറക്കാത്ത ഒരു കട. അത് കോട്ടണിൽ തന്നെ വിത്ത് ലൈനിങ്ങിൽ വന്നിരിക്കുന്ന കോട്ട് സെറ്റ് ആണ്. നെറ്റിൽ നമ്മൾ ഹാൻഡ് ടച്ച് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാ. കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് ആയിരിക്കില്ല ഇപ്രാവശ്യം ഉള്ളത്. ഈ രണ്ട് സ്പേസ് അവരെ തന്നെയാണ്. മിഷൻ വർക്ക് അല്ല, നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. നല്ലൊരു ഫ്ലോറൽ കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് ഫുള്ള് കൊടുത്തേക്കുന്നത്. ഒരു പാനൽ കട്ട് ചേച്ചി ഇട്ട സ്റ്റൈൽ തന്നെയാട്ടോ. എറണാകുളം മാർക്കറ്റ് എന്നുണ്ടോ അന്ന് ഡോട്ട്സ് ഉണ്ട്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മള് എറണാകുളം എന്ന് പറയുമ്പോൾ എറണാകുളം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു തറവാടാണ്. ഈ തറവാട്ടില് കുറെ പഴക്കമായിട്ടുള്ള ഒരു കട എന്നും കൂടി പറയാം. നമ്മളിപ്പോ വന്നിരിക്കുന്ന സ്ഥലം, അതും എല്ലാം സീസൺ സമയം അല്ലാത്ത സമയത്തും കുറച്ചുകൂടി ബൂട്ടിക് ടേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാൻ മറക്കാത്ത ഒരു കട. ആ ഒരു കടയിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കൂർത്തീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബുട്ടിക്കിൽ വെക്കുമ്പോൾ നമുക്ക് ഇറച്ചി മാർജിൻ കിട്ടുന്ന ഒരു സ്ഥലം. അപ്പൊ ആരാണ് എന്താണല്ലേ? യെസ്, മാർക്കറ്റ്. നമ്മുടെ എറണാകുളം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നത് ദി ഡോട്ട്സ്. യെസ്, ഈ ഡോട്ട്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഏരിയ മാത്രമല്ല, ഈ ഓർമ്മയിൽ കാണുമ്പോൾ ചെറിയൊരു ഷോപ്പ് പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഉള്ളിലേക്ക് കയറുമ്പോൾ വിശാലമായിട്ടുള്ള സ്പേസ് ആണ്. കാരണം ഈ കാണുന്ന ഏരിയ മാത്രമല്ല, ഇതിന്റെ ബേസ്മെന്റ് ഫ്ലോറിലാണെങ്കിൽ നിറച്ച് കുർത്തീസിലെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എന്ന് പറയുന്നില്ലേ, ആ ഒരു സംഭവമാണ് ദി ഡോട്ട്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ മാത്രമല്ല കേട്ടോ, ഇപ്പൊ കുറച്ചുകൂടി കൂടുതൽ ഏരിയ. ഇതിപ്പോ ഏകദേശം ഒരു കൊല്ലം ആയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ 3 പീസിന്റെ കളക്ഷൻസ്, ഇവിടെ ആണെങ്കിൽ 2 പീസ് കോട്ട് സെറ്റ്, അങ്ങനത്തെ വെറൈറ്റീസ്. അപ്പൊ അതിലത്തെ ഒരു കളക്ഷൻ ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അകത്ത് ചെന്ന് നോക്കാം. പോവാം. ഡോട്ട്സിലത്തെ വെറൈറ്റീസ് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഈ പ്രാവശ്യം എന്താണ് ഇവർക്ക് പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലോറും അതുപോലെ തന്നെ താഴത്തെ ഒരു ഫ്ലോർ ഉണ്ട്. ഈ കാണുന്ന ഏരിയ ഒന്നല്ല, എന്ന് വെച്ചാൽ പുറമെ കാണുമ്പോൾ ചെറുതായിട്ട് ഫീൽ ചെയ്താലും അടിയിൽ വിശാലമായിട്ട് കുറെ കളക്ഷൻസ് ഉണ്ട്. ഇതാ ഓരോരുത്തരൊക്കെ പർച്ചേസ് ചെയ്ത് തുടങ്ങി. ഇതൊക്കെ ഓരോരുത്തരുടെ പേരുകളാണ്. ഒന്നും ഒക്കെ അടുത്തേക്ക് വരണ്ട, കാരണം എവിടുന്ന് എന്തൊക്കെ പർച്ചേസ് ചെയ്തെന്ന് ഒന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആരാ മേടിച്ചെന്ന് നോക്കുക. അപ്പൊ കളക്ഷൻസ് ഇവിടെ ഓണം കളക്ഷൻസ് ആണ് തോന്നുന്നുണ്ട്. ഈ കാണുന്നത് മൊത്തം ഓണം കളക്ഷൻസ്. ഇതൊക്കെ നമുക്ക് പിന്നീട് ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻസ് കാണിക്കാം. ഇത് ബില്ലിംഗ് സെക്ഷൻ ആണോ? ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങോട്ട് പോയി. നിങ്ങളൊക്കെ എന്താ അവിടെ ഇരിക്കി, എല്ലാവരും എനിക്ക് ഓടി. ഇത് ബില്ലിംഗ് സെക്ഷൻ ആണ് കേട്ടോ. കൗണ്ട് ചെയ്യലും അതുപോലെ 3-4 തവണ ഇവിടെ റീചെക്ക് ചെയ്തിട്ട് വേണം ഇതുപോലെ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എല്ലാവരും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ക്യാമറ കണ്ടപ്പോഴേക്ക്. നമ്മുടെ മേഡം എവിടെയാ? താഴത്തുണ്ടാ? ഓക്കെ, നമുക്കപ്പോൾ താഴത്തേക്ക് പോവാം. ഇവിടെയാണ് മൊത്തം നിധികൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. സാധാരണ സീസൺ സമയമൊക്കെ വരുമ്പോഴാണ് മുകളിൽ കുറച്ചുകൂടി സൗകര്യത്തിന് എല്ലാ കാര്യങ്ങളും വെച്ചിരിക്കണത്. ഇനിയിപ്പോ ഇത് ഈ കാണുന്ന ഏരിയ ഒന്നും അല്ല കേട്ടോ. ആ അറ്റം വരെ മൊത്തം കളക്ഷൻസ് ആയിരിക്കണതാ. ആ അറ്റം വരെ മൊത്തം കളയും. നമ്മുടെ മേഡം ഇവിടെയാണോ? മൊത്തം തിരക്കാണല്ലോ. ഓണായില്ലേ, അതിന്റെ ഒരു തിരക്കും കാര്യങ്ങളായി. അപ്പൊ നമുക്ക് കുറച്ച് ഓണത്തിന്റെ കളക്ഷൻസ് ഒന്ന് കാണിക്കണല്ലോ. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, എന്താ ഈ പ്രാവശ്യം നമുക്ക് വലുത് ഓണത്തിന് ഒരുക്കിയില്ല? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. ഓണത്തിന്റെ വെറൈറ്റീസ് ഉണ്ട്. അത് കൂടാതെ ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. 365 ഡേയ്സ് ഓടുന്നതും അല്ലാത്ത സീസൺ ടൈമിലുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. നമുക്ക് എവിടെന്നെങ്കിലും ഒന്ന് പിടിച്ചാലോ? നമുക്കിപ്പോ ഏറ്റവും ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കോട്ട് സെറ്റാ. കോട്ട് സെറ്റില് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓരോന്ന് തുടങ്ങിക്കോ. ആരാ എടുത്തരാളത്? താന്ന് പറയുമ്പോഴേക്ക് ഇങ്ങനെ കുമ്പാരം പോലെ കൊണ്ടുവരാണ്. ഇതാണ് പറഞ്ഞോ. ഇതൊക്കെ നമുക്ക് റയോണിൽ വരുന്ന ബാട്ടിക് റയോണിൽ വരുന്ന കോട്ട് സെറ്റ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് റയോൺ മെറ്റീരിയലാ. ഇതെല്ലാം നമ്മള് സോഫ്റ്റ് കോട്ടണിൽ ചെയ്തിരിക്കുന്ന കേട്ടോ. ചെറിയൊരു സ്ലിറ്റഡ് പാറ്റേണും മിഡിലിൽ ചെറിയൊരു സ്ലിറ്റഡ് പാറ്റേണും വിത്ത് പാന്റും കൂടെയാണ്. പാന്റ് നമ്മള് ഉള്ളിലാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതാണ് ഹൈലൈറ്റ്. ഇതിന്റെ സ്ലിറ്റഡ് പാറ്റേണിൽ നമ്മൾ കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന. ഇത് 2 പീസ് ആണ് വരുന്നത്. 2 പീസ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന 2 പീസ് തന്നെയാണ്. കോട്ട് സെറ്റ് കോട്ടണിലും റയോണിലും അതുപോലെ വേർട്ടിക്കൻ പ്രിന്റിലും എല്ലാം കോട്ട് സെറ്റാ. വേർട്ടിക്കൻ പിന്നെ ഒരുപാട് കോമൺ ആയിട്ട് ഇപ്പം ചവറ് പോലെ എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇച്ചിരി യൂണിക് ആയിട്ടുള്ള കളക്ഷൻസ് മാത്രം ചെയ്തു പോണത്. അത് മാത്രം ഇപ്പൊ കാണിക്കുന്ന അല്ലാത്ത വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ തന്നെ വിത്ത് ലൈനിങ്ങിൽ വന്നിരിക്കുന്ന കോട്ട് സെറ്റ് ആണ്. സ്ട്രൈപ്സ് ബോട്ടം ആണ് വന്നിരിക്കുന്നത്. അതും 2 പീസ് തന്നെയാണ്. 2 പീസ്. ഇതെല്ലാം കാണിക്കുന്ന 2 പീസ് ആട്ടോ. നെക്സ്റ്റ് വരുന്ന ഒരു ലാവൻഡർ ടോണില് ഒരു കോളേർഡ് യൂണിക്കിലാണ് വന്നിരിക്കുന്നത് വിത്ത് ബോട്ടം ആട്ടോ. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. നെക്സ്റ്റ് വരുന്നത് ഒരു മൽ കോട്ടണില് ഹെവി ത്രെഡ് എംബ്രോയിഡറി വന്നിട്ടുള്ള കോട്ട് സെറ്റ് ആണ്.
സ്ലീവ്ലെസ് ആണോ ഇതില്? ഇല്ല, സ്ലീവ് ഉണ്ട്. നമ്മള് സ്ലീവ്ലെസ് കാണിക്കുന്നതിനെല്ലാം നമ്മൾ ഉള്ളില് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും സ്ലീവ് അറ്റാച്ച്ഡ് ആണ്. നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ തന്നെ നല്ലൊരു ഫ്രോക്ക് ടൈപ്പിൽ വന്നിരിക്കുന്നതാണ്. അടിയിൽ ഇതുപോലെ ഫ്രിൽ പാറ്റേൺ വന്നിട്ടുണ്ട്. ഇത് സിംഗിൾ കുർത്തി, ഇത് സിംഗിൾ കുർത്തി ഫ്രോക്ക്. പാന്റില്ല. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ വൈറ്റ് ബേസില് സ്ട്രൈപ്സും ഫ്ലോറൽ ടച്ച് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ജയ്പൂരി സ്റ്റൈല്. ജയ്പൂർ സ്റ്റൈലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്നത്. ഇതും നമ്മളൊരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന കോട്ട് സെറ്റ്. ഇത് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ, ഭയങ്കര ഹിറ്റും ഫാസ്റ്റ് മൂവിങ്ങും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. കോട്ട് സെറ്റില് ആദ്യം പ്രിഫർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇപ്പൊ എല്ലാവർക്കും കോട്ട് സെറ്റ് മതി. എല്ലാവരും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ട് സെറ്റ് മാത്രം എല്ലാവർക്കും ഇഷ്ടം. ചുടിദാർ 2 പീസ് 3 പീസ് ഇതൊന്നും ടോപ്പ് ഇപ്പൊ വളരെ കുറവാ പോകുന്നത്. നമുക്ക് എപ്പോഴും 3 പീസും കോട്ട് സെറ്റുമാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഷോർട്ട് കോട്ട് സെറ്റ് ആട്ടോ. ഒരു 36 ലെങ്ത്തിലൊക്കെ വരുന്ന ഷോർട്ട് ആയിട്ടുള്ള കോട്ട് സെറ്റ് ആണ്. ടോപ്പും ഫ്ലെക്സ് കോട്ടണിൽ വന്നിരിക്കുന്നത് ഇതുപോലെ ഉള്ളില് പാന്റുമായിട്ട്. അത് വിത്ത് പാന്റ് അടക്കം. പാന്റ് ലൂസ് ടൈപ്പ് ആയിരിക്കും. ലൂസ് ടൈപ്പ് ആയിരിക്കും, സെമി പലാസോ പാന്റ് ആയിരിക്കും. ഇത് റയോൺ പ്രിന്റിലൊക്കെ വന്നിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക്. ഇത് നമ്മൾ അതിന്റെ അകത്തുനിന്ന് സ്പെസിഫൈ ചെയ്തെടുത്ത് കാണിക്കുന്നത് മാത്രമല്ല. ഇതൊക്കെ റയോണിൽ വന്നിരിക്കുന്ന നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കോട്ട് സെറ്റ് ആട്ടോ. ഇനിയിപ്പോ ഈ കാണിക്കണതൊക്കെ നമുക്ക് കണ്ടു. ഇതൊക്കെ മേടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഡോട്ട്സിലേക്ക് വരണം. അതെവിടെയാ? പ്രസ് ക്ലബ് റോഡ്. അതെ, എറണാകുളം പ്രസ് ക്ലബ് റോഡിലാണ് കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മേനക ബസ് സ്റ്റോപ്പ്, എറണാകുളം മേനക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ബ്രോഡ്വേന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എറണാകുളം മാർക്കറ്റ്. അപ്പൊ ഈ എറണാകുളം ബസ് വഴിക്കാ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മേനകയിലേക്ക് ഇറങ്ങാം. അവിടുന്ന് ജസ്റ്റ് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വണ്ടിയായിട്ട് വരുന്നവർക്ക് എന്താ ഓപ്ഷൻ? നമുക്ക് ലൊക്കേഷൻ ഇട്ട് വരാൻ അറിയുന്ന ലൊക്കേഷൻ ഇട്ട് വരാം. ദ ഡോട്ട്സ് ഹോൾസെയിൽ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇട്ട് ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ വരാം. അതുകൂടാണ്ട് പാർക്കിംഗ് ചെയ്യാനായിട്ട് പാർക്കിംഗ് നമുക്ക് KTDC പാർക്കിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം ഈ ഒരു ടൈമിൽ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാതിരിക്കാനായിരിക്കും. അത്രയും ഫ്രഷ് ആണ് ഇപ്പൊ ഈ ഓണം ടൈം. വണ്ടിയായിട്ട് വരുമ്പോൾ നിങ്ങൾ ഇവിടെ പേ ആൻഡ് പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രാവിലെ വരുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ ചിലപ്പോൾ പാർക്കിംഗ് കിട്ടും. എന്നുവെച്ചാൽ ഇപ്പൊ റഷുള്ള സമയം നേരത്തോടെ ഒരു 8:30-9 മണിക്ക് ഇപ്പൊ തുറക്കും. ഞങ്ങൾ 9:30 തുറക്കുള്ളൂ. പക്ഷെ 6:30 മണി മുതൽ വണ്ടികള് വന്ന് തുടങ്ങും മാർക്കറ്റിലേക്ക്. നേരത്തോടെ വന്നാൽ നേരത്തോടെ പാർക്കിംഗ് കിട്ടും. നേരത്തോടെ നല്ല സാധനങ്ങളും കൊണ്ടുപോകും. രാത്രി ആവും തോറും സ്റ്റോക്ക് കാലിയാവും. പിന്നെ റീസ്റ്റോക്ക് നമുക്ക് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാറില്ല സത്യം പറയുകയാണെങ്കിൽ. സ്റ്റോക്ക് നമ്മൾ തീരുന്നതിനനുസരിച്ച് നമുക്ക് ഗോഡൌണിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. ഇവിടെ കസ്റ്റമർ ഉണ്ടെങ്കിൽ ഇത് എടുക്കാൻ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അപ്പൊ നേരത്തോടെ വരാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എടുത്തു പോവാം. നല്ല നല്ല കളക്ഷൻസ് എടുത്ത് പോവാട്ടോ. പിന്നെ ഇത് എടുക്കുമ്പോ എത്ര പീസ് എടുക്കണം? മിനിമം നമ്മളൊരു 7 സെറ്റ് എടുക്കണം എന്നാ പറയാ. അറൌണ്ട് ഒരു 5,000 to 10,000 റേഞ്ചിലാണ് മിനിമം പർച്ചേസ് വരിക. അതും എടുക്കുമ്പോ ഇപ്പൊ ഈ കാണിച്ച സെറ്റ് ഇത് ഒരെണ്ണായിട്ടല്ല. ഇതില് മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ കച്ചവടക്കാർക്കാണെങ്കിൽ അറിയാം. എന്നാലും കച്ചവടക്കാർക്ക് മാത്രമേ ഉള്ളൂ, റീറ്റെയിലേഴ്സിന് ഇല്ല. അതുപോലെ തന്നെ ഇത് 4 പീസിന്റെ സെറ്റ് ആയിരിക്കും വരാം. മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ സെറ്റ് ആയിട്ട് തന്നെ എടുക്കേണ്ടത്. അടുത്ത കളക്ഷൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്താ? ഇത് കോട്ടൺ A ലൈനും സ്ലിറ്റും പാറ്റേൺസ് ആണ് വരുന്നത്. സിംഗിൾ കുർത്തി എന്ന് പറയുമ്പോൾ നമുക്ക് കോട്ട് സെറ്റിന്റെ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. കുറച്ചും കൂടെ ഇപ്പം ഒരു ബിലോ ഒരു റേഞ്ച് വേണം എന്നൊക്കെ പറയുന്നവർക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാന്റിന്റെ ഒരു പാന്റിന്റെ കോസ്റ്റ് കട്ടാവും. പിന്നെ അത് തന്നെയല്ല ഇപ്പം ലെഗിൻസും അങ്ങനെയുള്ളവർക്കൊക്കെ കമ്പൈൻ ചെയ്ത് ഇടാൻ പറ്റുന്ന കൈൻഡ് ഓഫ് അറ്റയർ. ഓക്കെ, ഇതൊക്കെ ഒരു കോട്ടണില് ഇതുപോലെ ബിഗ് ഫ്ലോറലാട്ടോ. ഇപ്പൊ കുറച്ചും കൂടെ ബിഗ് ഫ്ലോറൽസ് ഒക്കെ. നേരത്തെയൊക്കെ ചെറിയ പ്രിന്റ് ആയിരുന്നു കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ടണില് അജ്രക് സ്റ്റൈലില് കോളേർഡ് നെക്കും അതുപോലെ ഒരു ചെറിയ ഫ്ലാപ്പ് സ്റ്റൈലൊക്കെ. ഇതൊക്കെ ഫ്രോക്ക് ആയിട്ടും പിള്ളേർ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടോപ്പ് മാത്രമല്ല ഫ്രോക്ക് ടൈപ്പ് ആയിട്ടും വിത്തൗട്ട് ലെഗിൻസും കൂടെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നല്ലൊരു ചന്തേരി സിൽക്കില് ഷിഫ്ലി വർക്ക് വന്നിട്ടുള്ള ആട്ടോ. ഡിജിറ്റൽ പ്രിന്റ് ഒരു ചന്തേരി മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ കളർ കേട്ടോ. നല്ലൊരു കോട്ടൺ മെറ്റീരിയലിൽ നമ്മൾ ഹാൻഡ് ടച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന വർക്ക് ആട്ടോ. ഈ കാണിക്കുന്നതിൽ കളേഴ്സ് അവൈലബിൾ ആണോ? അല്ല, എല്ലാത്തിലും നമുക്കൊരു 7 to 8 കളേഴ്സ് അവൈലബിൾ ആയിരിക്കും. നമ്മളിപ്പോ ഈ കാണിക്കുന്ന പാറ്റേൺ ഇതൊരു സിംഗിൾ കളറും സിംഗിൾ പാറ്റേണും അല്ല. എല്ലാത്തിനും നമുക്ക് ബൾക്ക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ഇൻകട്ട് പാറ്റേൺ ആട്ടോ. സ്ലീവ് ഇൻസൈഡ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് കോട്ട് സെറ്റിലും ടോപ്പിലും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ജീൻസിന്റെ കൂടെ ഇതൊക്കെ ഒരു മൽ കോട്ടൺ. ഞാനിപ്പോ ഇതിലുള്ള നമ്മുടെ വെറൈറ്റീസിൽ ഓരോ ക്ലോത്ത് വെച്ചിട്ട് ഇപ്പൊ കാണിക്കുന്നത്. മൽ കോട്ടണില് നല്ല ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഒരു അറ്റയർ ആട്ടോ. നല്ലൊരു വീനെക്കില്
പാറ്റേൺ വന്നിരിക്കുന്നതാണ്. ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് അറ്റയർ. ഇപ്പൊ ഇങ്ങനെ തന്നെ ഒരു പാർട്ടി വെയർ നോക്കുകയാണെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്നതും ഒരു പാർട്ടി വെയർ കളക്ഷൻ തന്നെ. ഇതും നമ്മുടെ കളക്ഷൻ തന്നെയാ. അതെ, അത് കാണിക്കാണ്ട് പോയ ഇത്രയും നല്ല കളക്ഷൻ കാണിക്കാണ്ട് പോയി മിസ്സായി പോകും. ഇപ്പൊ ഇതാണെങ്കിൽ നമുക്ക് ഫ്രോക്ക് ആയിട്ട് ഇടാം, ലെഗിൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിനെ കുറിച്ച് ഇതൊക്കെ നമുക്കൊരു 48 ലെങ്ത്തോളം വരുന്നുണ്ട്. നമുക്കൊരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന നെറ്റിൽ നമ്മൾ ഹാൻഡ് ടച്ച് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാ. അതുപോലെ ഫുൾ പാനൽസ് ആട്ടോ. ഇതിൽ നമ്മൾ ഫുൾ പാനൽ കട്ടാ ചെയ്തിരിക്കുന്നത്. നല്ല ഷേപ്പ് എടുത്ത് കാണിക്കുന്ന കൈൻഡ് ഓഫ് അറ്റയർ വരുന്നത്. ഇതിപ്പോ കുറച്ച് ലൂസാണ്, ഞാൻ കുറച്ച് ലൂസ് ആക്കിച്ചതാണ്. നമ്മൾ കോമൺ ആയിട്ട് എ ലൈൻ സ്ലിറ്റ് ഒക്കെ ആയിരിക്കും എല്ലായിടത്തും കാണുക. പക്ഷെ നമ്മൾ ഒരു യുണീക്ക് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതുപോലെ പാനൽ ടൈപ്പ് ആയിട്ട്. അതെ, ഈ പാനൽ ടൈപ്പ് ഫുൾ അടി വരെ എന്ന് വെച്ചാൽ മോളിൽ നിന്ന് അടി വരെ ആ ഒരു ഫുൾ പാനലിൽ വർക്ക് വയ്ക്കാം. പക്ഷെ എനിക്ക് ഇതിന്റെ നെക്കാണ് ഭയങ്കര ഇഷ്ടമായത്. ഭയങ്കര വെച്ചാൽ വർക്ക് കാര്യമില്ല. ഇനി ഈ ഹാൻഡ് വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇവരുടെ ഓൺ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവരുടെ ഓൺ ആണ് മാനുഫാക്ചർ യൂണിറ്റ്. നമ്മളത് ഓൾറെഡി നമ്മുടെ പല വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പുതിയതായിട്ട് ചിലപ്പോൾ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പിന്നെ ഡോട്ട്സ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, എറണാകുളം മാർക്കറ്റ് എന്നുണ്ടോ അന്ന് ഡോട്ട്സ് ഉണ്ട്. അതെ, എന്ന് തുടങ്ങി അന്ന് മുതൽ ഡോട്ട്സ് ഉണ്ട്. അത് പേര് കേട്ടിട്ടുള്ള ഒരു ഷോപ്പും കൂടിയാണ് ഈ ഡോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ പുതിയതായി ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എറണാകുളം മാർക്കറ്റ് എവിടെയാന്ന് ചോദിച്ചാൽ ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് കേട്ടോ. നമുക്ക് പുതിയ സ്റ്റാർട്ടപ്പിന് ഇഷ്ടം പോലെ പേര് വിളിക്കാറുണ്ട്. ഓരോ കൊല്ലം തോറും ഓരോ ഷോപ്പുകൾ, എത്രയോ ഷോപ്പുകൾ ഇങ്ങനെ പൊന്തി വരാണ് അല്ലെ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇരിക്കുന്ന കുറച്ച് കളക്ഷൻസ്, ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണിച്ചിട്ടില്ല. ജസ്റ്റ് എക്സാക്ട് ഒരു നമ്മളിതിന്റെ ഓരോ പീസസ് ആണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോ അതിന്റെയൊക്കെ കളർ ഷെയ്ഡ്സ് വരുന്ന കേട്ടോ. നമ്മളിപ്പോ ഈ കോട്ട് സെറ്റിലൊക്കെ കാണിച്ചതിന്റെ ഒക്കെ കളേഴ്സ്, ഇത് നമ്മള് ചെറിയ ഷോർട്ട് കോട്ട് സെറ്റ് കാണിച്ചില്ലേ, അതിന്റെയൊക്കെ കളർ ചാർട്ട്സ് ആണ് വരുന്നത്. ഒരു ബ്രൗൺ ഷെയ്ഡ്, യെല്ലോ ഷെയ്ഡ്, അതുപോലെ അതിന്റെ ബ്ലൂ കോമ്പിനേഷൻ. ഓക്കെ, അതുപോലെ എല്ലാത്തിന്റെയും കളേഴ്സ് ഉണ്ട്. നമ്മൾ എല്ലാത്തിന്റെയും കളേഴ്സ് എല്ലാം നമുക്ക് കാണിക്കാനായിട്ട് നമ്മുടെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഇപ്പൊ കച്ചവട സമയമാണ്, തുടങ്ങിയിട്ടുണ്ട്. നല്ല റഷുള്ള ഒരു ടൈമാണ്. ഇത്രയും ബൾക്ക് പീസ് എന്ന് വെച്ചാൽ എത്രയോ. ഇതൊക്കെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കോട്ട് സെറ്റ് ആട്ടോ. ലേസ് പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോ നമ്മൾ കാണിച്ചതിന്റെ കളേഴ്സ് ആണ് ഈ കാണുന്നത്. ഈ പിങ്ക്, ബ്ലൂ, യെല്ലോ ആ ഒരു ഷെയ്ഡില്. പിന്നെ ഇതും നമ്മൾ കാണിച്ചിട്ടുള്ള കളേഴ്സ് തന്നെ ഇപ്പൊ നമ്മൾ കാണിച്ച ഒരു ഇതിലുള്ളത് തന്നെയാ. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഈ ഫുൾ കാണുന്നതും ആ ഒരു കളക്ഷൻസ് ഒക്കെ തന്നെയാണ് ഇരിക്കുന്നത് മൊത്തം. ഇനി ആ റൂമിൽ എന്താ ഇരിക്കുന്നത്? നമ്മൾ ഓണം കളക്ഷൻസ്, ധാവണി മുകളിൽ ഇരിക്കണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് മുകളിലും താഴെ നമ്മൾ ഓണത്തിന്റെ ഐറ്റംസ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. പുതിയ പുതിയ കളക്ഷൻസ് ആ റൂമിലുണ്ട്. ഓക്കെ, അപ്പൊ അവിടെയും ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ കുറച്ച് കളക്ഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇത് ഫുൾ ഓണം കളക്ഷൻ. ഇത് ഫുൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പീസ് കാണിക്കണം. ബാക്കി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നേരിട്ട് വരണം അല്ലെ. അതെ, ഈ ഏരിയ മൊത്തം എന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷൻ മൊത്തം നമുക്ക് ഓണത്തിന്റെ ഈ ഒരു ഓണത്തിന്റെ നമ്മൾ എക്സ്ട്രാ സ്റ്റോക്ക് വെച്ചിരിക്കുന്ന മുകളിലാണ് നമുക്ക് മെയിൻലി ഓണത്തിന്റെ ഐറ്റംസ് ഉള്ളത്. ചേച്ചി കയറി വരുന്ന ഞാൻ പറഞ്ഞു മുകളിൽ ഫുൾ വൈറ്റ് ഓഫ് വൈറ്റ് ഒക്കെ. ഇപ്പൊ നമ്മള് ധാവണി എല്ലാം അവിടെ ഭയങ്കരമായിട്ട് കസ്റ്റമേഴ്സ് വരുമ്പോ ഒരു തിരക്ക് വരുന്നോണ്ട് നമ്മൾ ഇച്ചിരി താഴേക്ക് ഷിഫ്റ്റ് ചെയ്ത് എക്സ്ട്രാ വെച്ചെന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇത് ഈ വീഡിയോ എടുക്കണ സമയം ഇവിടെ തിരക്കില്ല എന്നൊന്നും വിചാരിക്കണ്ട. ഞാനൊക്കെ രാവിലെ നേരത്തോടെ അല്ലെങ്കിൽ രാത്രി പാതിരക്കൊക്കെ വന്നെടുക്കണേ. ഇവിടെ കാല് കുത്താൻ സ്ഥലമില്ല. ഇപ്പൊ മുകളിൽ കയറുമ്പോ കാണാം ബില്ലിങ്ങിന്റെ ഏരിയ. ഇപ്പോഴേക്കും ഏകദേശം ഇവിടെ ആൾക്കാരായി തുടങ്ങിയിട്ട്. പിന്നെ ഓൺലൈൻ നന്നായി പോകുന്നുണ്ട് അല്ലേ. വീഡിയോ കോൾ ത്രൂ ഒരുപാട് കസ്റ്റമേഴ്സ്. ഇപ്പം നേരത്തെ വന്ന് കണ്ട് എടുക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ഒരു ഇതില്ല. ആൾക്കാർക്ക് വീഡിയോ കോളില് ഓക്കെയാണ്. ഇപ്പൊ ദുബായ് കസ്റ്റമേഴ്സ് എല്ലാം എനിക്ക് തോന്നുന്നു ഒരു 80% വീഡിയോ കോളിൽ. അവർക്കൊന്നും വന്ന് ഈ ഇത്ര എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. ദുബായ് കസ്റ്റമേഴ്സ് പറയുമ്പോ അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താ നിങ്ങൾ ചെയ്യാറ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് എന്ന് വെച്ചാൽ എങ്ങനെയത്? നമ്മള് ബോട്ടിം കോൾ ആയിരിക്കും അവർ ചെയ്യുന്നത്. ബോട്ടിം കോൾ വഴി നമ്മൾ ഇവിടുത്തെ എല്ലാ സെലക്ഷനും എല്ലാ കാറ്റഗറിയിലുള്ളത് നമ്മൾ വീഡിയോ കോൾ ത്രൂ കാണിച്ചു കൊടുക്കും. A to Z നമ്മുടെ കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞ് ബില്ലിംഗ് വരുന്നത് നമുക്കൊരു ഷിപ്പിംഗ് കമ്പനി ത്രൂ ആയിരിക്കും ബില്ലിംഗ് വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ അവർക്ക് പാഴ്സൽ ചെയ്ത് കൊടുക്കുക ചെയ്യുക. ദുബായിലേക്ക് ഒരു 7 ഡേയ്സിനുള്ളിൽ തന്നെ ഡെലിവറി ഉണ്ടാവും. ഓക്കെ, അതെന്ന് വെച്ചാൽ പുറമേ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം ഷിപ്പ് ത്രൂ വേണോ, കാർഗോ, ഏത് രീതിയിലാണ് കാർഗോ അവർക്ക് വേണ്ടേ അതിനനുസരിച്ച് പെട്ടെന്ന് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഓണം കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിനെ കുറിച്ച് നേരത്തെയൊക്കെ ട്രഡീഷണൽ, അതായത് ഒരു ടിഷ്യൂ ആയിരുന്നു ഏറ്റവും കൂടുതൽ. ചേച്ചി നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. ടിഷ്യൂ സിൽക്കിലൊക്കെ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നേ. ഇപ്രാവശ്യം ടിഷ്യൂ ഒക്കെ ഒരുപാട് പേരുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മളൊരു മൽ ഫാബ്രിക്കിലാണ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. കോറ കോട്ടൺ മൽ ഫാബ്രിക് ഒക്കെയാണ് ഇപ്രാവശ്യത്തെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നല്ലൊരു ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത്. അതേ നോക്കിക്കേ, ഫുള്ളി ത്രെഡ് വർക്ക്, നല്ല മൈന്യൂട്ട് ആയിട്ടുള്ള ത്രെഡ് വർക്കില്
പ്രിൻസസ് കട്ട് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആട്ടോ കോറ കോട്ടണില്. അത് അടിയിലും ഉണ്ടല്ലോ ആ ഒരു വർക്ക്. അടിയിലും ഉണ്ട് ഇതിന്റെ ഒരു ഹെവി വർക്ക്. ഇപ്പൊ ഈ ഒരു പാറ്റേൺസ് കൂടുതൽ പോകുന്നത്. ഇപ്പം വലിയ വലിയ ബുട്ടീക്സിന്റെ അടുത്ത് നോക്കിയാലും അവരെല്ലാം ചെയ്യുന്ന വീഡിയോ ഷൂട്ട് ഓണത്തിന്റെ എല്ലാം ഈ കോറ കോട്ടൺ, മൽ കോട്ടൺ ആ ഒരു ഐറ്റം. ടിഷ്യൂ ഒക്കെ ഇപ്പൊ അധികം ആരും അങ്ങനെ എല്ലാവരുടെയും കയ്യിലുണ്ട്. 2-3 ഓണം ഒക്കെ അവര് കണ്ട് കഴിഞ്ഞിട്ടുള്ളതാ. പിന്നെ ഇതൊക്കെ നമ്മുടെ ബുട്ടീക്കിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് ഒരു 3 ഇരട്ടിയായി. അത് അങ്ങനെ വരില്ല. നമ്മുടെ കയ്യിലല്ല. അല്ല അവരവിടെ ആ ഒരു സെറ്റപ്പ് ബുട്ടിക്ക് ഒരു സ്റ്റൈലില് വെക്കുമ്പോ ഡ്രേപ്പ് ചെയ്തൊക്കെ വരുന്നതിന്റെ അവരുടെ ചാർജുകളൊക്കെ ഇഷ്ടം പോലെ വരും. ഇതൊക്കെ ഒരു സെമി ബനാറസി സിൽക്കിൽ ചെയ്തേക്കുന്ന കേട്ടോ. സെമി ബനാറസിയിൽ നമ്മള് എംബ്രോയിഡറി വർക്ക്, മിറർ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് ചെയ്തേക്കുന്ന മെറ്റീരിയലാ. ഇത് നോർമല്. ചിലവർക്ക് ഇപ്പം ഓണം കഴിഞ്ഞും അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ടൈപ്പ് ഓഫ് മോഡലിൽ ചെയ്തിരിക്കുന്ന കേട്ടോ. ചന്തേരി സിൽക്കിൽ ചെയ്തിരിക്കുന്നതാ. സിമ്പിൾ ലുക്ക് അല്ലേ? ഇതൊരു മൽക്കോട്ടൺ ഫാബ്രിക്കില് ഒരു ചെറിയ ട്രഡീഷണൽ കം ഒരു മോഡേൺ ടൈപ്പ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. മിക്കവർക്കും ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആയിരിക്കും ഓണത്തിന്. അപ്പം ഫുള്ളി ഓഫ് വൈറ്റ് വേണ്ടാത്തവർക്കൊക്കെ ഇതുപോലെ ഫ്രോക്ക് പാറ്റേൺ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ലീവ്. ഇതൊരു എലാസ്റ്റിക് സ്ലീവ് ആയിട്ട് ഒരു പഫ് സ്ലീവ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാ. ഭയങ്കര സോഫ്റ്റ് ഒരു ലിനൻ മെറ്റീരിയലാ. ഇതൊക്കെ വരുന്ന ഒരു കോറ കോട്ടൺ മെറ്റീരിയലാട്ടോ. ഫുള്ളി ത്രെഡ് വർക്ക് ഒക്കെ. ഇതിന്റെയൊക്കെ കളർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. കളേഴ്സ് 4-5 ഷെയ്ഡ് എന്തായാലും 4-5 ഷെയ്ഡ് ഉണ്ട്. ഇതിന്റെ പിങ്ക് കോമ്പിനേഷൻ, റെഡ് കോമ്പിനേഷൻ, ബ്ലൂ എല്ലാം ഉണ്ട് നമ്മുടെ അവൈലബിൾ. ജസ്റ്റ് പാറ്റേൺ മാത്രമാണ്. വീണ്ടും പറയാണ്, ഇതും ഒരു ബനാറസി ടിഷ്യൂ സിൽക്കിൽ വന്നിരിക്കുന്ന ഐറ്റം ആട്ടോ. ബനാറസി മെറ്റീരിയൽ ആണ്. ഇപ്പൊ എല്ലാവർക്കും സാരീസ് ആണെങ്കിലും നമ്മളെല്ലാം ഈ ബനാറസി സ്റ്റൈൽ എല്ലാവരും ചെയ്യുന്നത്. എല്ലാവർക്കും ഇപ്പം ട്രെൻഡ് കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് ആയിരിക്കില്ല ഇപ്രാവശ്യമുള്ളത്. നമുക്ക് എപ്പോഴും ട്രെൻഡിനനുസരിച്ച് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഒരു കോട്ട കോട്ടണിൽ വന്നിരിക്കുന്നതാണ്. ഇതുപോലെ ഫുൾക്കാരി മെറ്റീരിയലില് ത്രെഡ് വർക്ക്. ഇതൊരു സിംഗിൾ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫുള്ള് ഇങ്ങനെ ഫുൾക്കാരി മെറ്റീരിയൽ സ്ലിറ്റഡ് പാറ്റേൺ. എന്നാൽ ഇതിൽ കളർ ചോദിച്ചാൽ അതുകൊണ്ട് ഫുൾക്കാരിയിൽ തന്നെ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ ഇതിപ്പോ നമ്മൾ ഓണം ആയതുകൊണ്ട് ആ ഒരു ഓണം തീമിൽ ചെയ്തതാണ്. ഇനി ഇതൊക്കെ പോട്ടെ, നമ്മൾ ഇട്ടതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ ഇതും ഇവിടുത്തെ ഇത് മൽച്ചന്തേരി ഫാബ്രിക്കിലെ മൽച്ചന്തേരിയില് ഇതുപോലെ ചെറിയ വർക്ക്, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചെറിയ വർക്ക്, അതും കൈകൊണ്ട് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് ആട്ടോ. മിഷൻ വർക്ക് അല്ല, നമ്മള് ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇനി ഇതിൽ തന്നെ മിഷൻ വർക്ക്, ഹാൻഡ് വർക്ക്, ബീച്ച് വർക്ക് എല്ലാം ഡിഫറെന്റ് ആയിട്ടുണ്ട്. മിഷൻ വർക്ക് നമ്മൾ കൂടുതലും ഹാൻഡ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യാറ്. ഹാൻഡ് വർക്ക് ആയിരിക്കും അവർക്ക് ഇഷ്ടം. പിന്നെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിഷൻ വർക്കിലേക്ക് പോവാം. അതുപോലെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ ഇവിടുത്തെ നമ്മുടെ പ്രൊഡക്ഷൻ റേറ്റ്, നമ്മുടെ മാനുഫാക്ചറിങ് റേറ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു കട ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്ന് വെച്ചാൽ ഈ 2 സ്പേസ് അവരെ തന്നെയാണ്. അപ്പൊ മാഡത്തിന് നമ്മുടെ മിന്നയ്ക്ക് ഇത്തിരി ബിസി ആയതുകൊണ്ട് തന്നെ ഈ കുട്ടീനെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മൈക്കൊന്ന് വെച്ചിട്ടാ. ആക്ച്വലി ഈ ഒരു സ്പേസിൽ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? ഇവിടെ നമുക്ക് കോട്ടണിൽ വന്നിട്ടുള്ള 3 പീസ് ആണ് വന്നേക്കുന്നത്. അതിന് മുന്നേ ഇവിടെ ഒരു സംഭവം മിസ്സായി പോകണ്ടോ. അതെ, ഈ 3 പീസിന്റെ ഓണം കളക്ഷൻസ് നമ്മൾ നേരത്തെ കാണിച്ചതൊക്കെ സിംഗിൾ കുർത്തി സെറ്റ് ആയിരുന്നു. 3 പീസാ വരുന്നത്. അതും ഡിജിറ്റൽ പ്രിന്റില് ഫുൾ കളക്ഷൻസ് ആണ്. അതുപോലെ ഇപ്പുറത്തെ സൈഡ് ആണെങ്കിൽ നമുക്ക് ധാവണി. ഇതിലും ഇപ്പൊ ഇത് ഒരേ ഡിസൈനിലുള്ളത് ഒരു 4 കളേഴ്സ് ആണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ തന്നെ വേറെ വേറെ നമ്മളിതിന്റെ കുർത്തി ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു, ടൈ ആൻഡ് ഡൈ വന്നിട്ടുള്ള. അത് ചിലപ്പോ ഞാൻ അടുത്തേക്ക് കാണിക്കാനുള്ള തന്നെ ധാവണി വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി എടുത്ത് ഈ ഒരു സെക്ഷനിൽ എന്താ, ഈ ഒരു ഫ്ലോറിൽ ഫുള്ള് 3 പീസ് സെറ്റുകളാ വരുന്നത്. ഇത് കാണുന്നത് ഇതാ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഈ കാണുന്നത് മൊത്തം 3 പീസിന്റെ എല്ലാം കളക്ഷൻസ് ആണ്. അതിൽ ഹാൻഡ് വർക്ക് കുറച്ചുകൂടി അടുത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡിസൈൻസ് ഒക്കെ ഏകദേശം നമുക്കൊന്ന് ഐഡിയ കിട്ടും കേട്ടോ. ഇതിൽ 3 പീസിന്റെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്, കോട്ടണിൽ വരുന്നുണ്ട്, അജ്രക് പ്രിന്റ്, അത് ഇത് വാട്ടിക്കൻ ഓർഗൻസ് എല്ലാ മെറ്റീരിയൽസിലും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഏറ്റവും വരെ മൊത്തം 3 പീസ് കളക്ഷൻസ് ആണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് കളക്ഷൻ ഒന്ന് കാണിച്ചു കൊടുത്താലാ? ഇവിടെ നിൽക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഓരോ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു വെർട്ടിക്കൻ ഫാബ്രിക്കിൽ വന്നേക്കുന്നതാ. 3 പീസ് ആണ്. നല്ലൊരു ഫ്ലോറൽ കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് ഫുള്ള് കൊടുത്തേക്കുന്നത്. വിത്ത് ലൈനിങ് ആണ്, സ്ലിറ്റഡ് ആണ് മോഡൽ വന്നേക്കുന്നത്. ദുപ്പട്ട അറ്റാച്ച്ഡ് ആണ്. കൂടാതെ ബോട്ടവും ഇൻസൈഡിലുണ്ടാവും. ഇതിലിപ്പോ നമുക്ക് എങ്ങനെ ഈ പാറ്റേണിൽ കാണിക്കുന്ന ഈ കളറിൽ ഡിഫറെന്റ് കളേഴ്സ്, 4 ഷെയ്ഡ് ഉണ്ടാവും. നമ്മളിപ്പോ ഈ കാണിക്കുന്നതിൽ എല്ലാത്തിലും 4 ഷെയ്ഡ് അവൈലബിൾ ആണ്. സൈസസും ഉണ്ടാവും, അവൈലബിൾ ആണ്. അടുത്തത് ഇത് ചന്തേരി ഫാബ്രിക് ആണ്, മൽച്ചന്തേരി. ഇപ്പൊ ഒരുപാട് ട്രെൻഡിങ് ആണ് ഈ ഒരു കളക്ഷനൊക്കെ. അതും ഫുൾ വർക്കോട് കൂടിയിട്ട് എംബ്രോയിഡറി വർക്ക് ആണ്. അപ്പൊ നമുക്ക് 3 പീസ് കളക്ഷൻ ആണെങ്കിൽ ഈ സൈഡ്, 2 പീസ് ആണെങ്കിൽ അപ്പുറത്തെ സൈഡ് അല്ലെ, സിംഗിൾ കുർത്തീസോടെ അപ്പുറത്തെ സൈഡ് ആണ് വരുന്നത് കേട്ടോ. ഇത് കോട്ടൺ, പ്രീമിയം കോട്ടൺ കളക്ഷൻ, പ്രിന്റഡ് ദുപ്പട്ടയാണ് വരുന്നത്. ഫുൾ നല്ലൊരു ബിഗ് പ്രിന്റ് ആണ് വന്നേക്കുന്നത് വിത്ത് ദുപ്പട്ട എടുക്കാം.
പിന്നെ നെക്സ്റ്റ് ഇതാ ഏറ്റവും കൂടുതൽ മൂവിങ് ആവുന്ന പ്രൊഡക്റ്റാ നമ്മുടെ ജോർജറ്റില് ഫുള്ള് ഗോൾഡൻ സെറി വീവിങ് വന്നിട്ടുള്ളത്. പിന്നെ ഈ കളർ ഷെയ്ഡിനെ കുറിച്ചിട്ട് പറയണ്ട, ഓണായാലും ഓണം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇതൊരു പ്രീമിയം സ്റ്റാൻഡേർഡ് ആ ഒരു ഫിനിഷിങ് ആ ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും ഏതൊരു ഫംഗ്ഷന് ഇട്ടാൽ. ക്രോഷ്യോലൈസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. അതെ. അപ്പൊ ഇത് വൈറ്റ് തന്നെയല്ലോ കേട്ടോ, ഇതിന്റെ കളേഴ്സ് ഉണ്ട്. അതെ, നമ്മൾ ജസ്റ്റ് കുറച്ച് കളേഴ്സ് കാണിക്കുന്നു. ഇതും മൽച്ചന്തേരി ഫാബ്രിക്കില് ഹാൻഡ് വർക്ക്, ഒരു കട്ട് ബീഡും അതുപോലെ തന്നെ ത്രെഡ് ബീഡും ഒക്കെ കൊടുത്തിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ഫുൾ കളക്ഷൻസ്. പിന്നെ ഈ കാണുന്ന സ്റ്റോക്ക് നോക്കണ്ട, സ്റ്റോക്ക് ഇനി പൊട്ടിക്കാൻ കിടക്കണ്ട. ഇങ്ങോട്ട് വാ. അതെ, ഈ കാണുന്നത് മൊത്തം സ്റ്റോക്കാണ്. ഇതൊന്നല്ല, ഇവർക്ക് മെയിൻ ആയിട്ട് ഗോഡൌൺ ഉണ്ട്. ഗോഡൌണിലാണെങ്കിൽ പിന്നെ ഈ കടേനേക്കാളും ഇരട്ടി വലിപ്പമാണ്. അവിടെ വെച്ചാൽ ഇതിനേക്കാളും കൂടുതൽ സ്റ്റോക്ക്. ഇപ്പൊ മാർക്കറ്റ് ഏരിയയിൽ കുറച്ചുകൂടി അടുത്ത് വരാൻ എളുപ്പത്തിന് വരാനാണ് നമ്മൾ ഇങ്ങനെ ഒരു സൗകര്യം. പിന്നെ ഇവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ ഷോപ്പോ അല്ലെങ്കിൽ എന്താ പറയാ മാർക്കറ്റ് ഉള്ളപ്പോ ഇവരുണ്ട്. അതല്ല സത്യാവസ്ഥ. മാർക്കറ്റ് ഉള്ളപ്പോ ഡോട്ട്സ് ഉണ്ട്, പക്ഷെ ഞങ്ങളില്ല. നമ്മൾക്ക് ഇപ്പൊ വന്നതാണ്. ഞങ്ങൾക്ക് ഇന്നലെ കയറി വന്ന ഞങ്ങൾ പഠിച്ചു വരുന്നുള്ളൂ. നമ്മുടെ ഗുരുവാണ് മിന്ന. ഇനി മിന്ന ഫ്രീ ആയോ അറിയില്ല. മിന്ന ഫ്രീ ആയെങ്കിൽ നമുക്ക് ബാക്കി മിന്നനെ വെച്ചിട്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. അപ്പൊ മിന്നേടെ അടുത്തേക്ക് പോട്ടെ. അപ്പൊ ഓക്കെ, അപ്പൊ അടുത്ത് സെറ്റ് ചെയ്യാം. എന്താ ഇവിടെ ഇത്ര തിക്കുന്നേക്ക് നോക്കി കാണട്ടെ എന്തൊക്കെയാ ഐറ്റംസ്. ഇതൊക്കെ എനിക്ക് തന്നെ ഞാൻ എന്റെ ആൾക്കാരൊക്കെ ഒന്ന് കാണിക്കട്ടെ. അതിനു മുന്നേ ഈ റൂമിൽ എന്താ ഇരിക്കുന്ന ഐറ്റംസ്? ഈ റൂമില് റയോൺ സെക്ഷൻ ആട്ടോ. റയോണ്, അതുപോലെ ചെറിയ ഹാൻഡ് എംബ്രോയിഡറി, ബഡ്ജറ്റ് റേഞ്ചിന്റെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഹാൻഡ് എംബ്രോയിഡറി ഐറ്റംസ്, അതുപോലെ ജോർജറ്റ്, റയോണ്, അതിലൊക്കെ പാച്ച് വർക്ക്സ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിലത്തെ കുറച്ച് കളക്ഷൻ നമുക്ക് കാണാം. ഈ റൂമിലത്തെ കളക്ഷൻ ആണോ ഇരിക്കുന്നത്? ഈ റൂമിലെ കളക്ഷൻ ആയത്. ഓക്കെ, അപ്പൊ ഓരോന്ന് വെച്ച് നോക്കിയാലോ. ഇത് വെച്ച് പിടിക്കാല്ലേ. ഇത് നല്ലൊരു എംബ്രോയിഡറി വർക്ക് ആട്ടോ നമ്മൾ ഇതിൽ ചെയ്തേക്കുന്നത്. ഒരു സ്കാലപ്ഡ് വർക്ക്സ് ആണ്. ഇതുപോലെ നല്ലൊരു ഫ്രോക്ക് പാറ്റേൺ. ഈ റൂമിൽ മിക്കവരും കൂടുതലും ഫ്രോക്ക് പാറ്റേൺ ടൈപ്പ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കൂടുതലും. ഇതിൽ ഫ്ലാപ്പ് ടൈപ്പ് ആയിട്ട് വരുന്നത്. അതുപോലെ ഇത് ഫീഡിംഗ് വേണമെങ്കിൽ ആക്കാം. ഫീഡിംഗ് വേണമെങ്കിൽ ആക്കാം, കസ്റ്റമൈസ് ചെയ്യാം നമുക്ക്. ഫീഡിംഗ് വേണമെങ്കിൽ ആക്കാം. ഓക്കെ, ഇത് എംബ്രോയിഡറിയിലാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എംബ്രോയിഡറി ആക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ത്രെഡ് എംബ്രോയിഡറി ഹൈലൈറ്റ് ചെയ്തേക്കുന്ന കേട്ടോ. നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ, സ്ട്രൈപ്സ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇത് വർക്ക് വന്നിരിക്കുന്നത്. തുണി പിന്നെ ഇതൊരു ടിഷ്യൂ മെറ്റീരിയൽ ആണ്, ബനാറസി ടിഷ്യൂ മെറ്റീരിയൽ ആണ്. ഇതിൽ നമ്മൾ ത്രെഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഇതിന്റെയൊക്കെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ഓണത്തിന് ഇതിന്റെ തന്നെ ഡിഫറെന്റ് പ്രിന്റ്, ഡിഫറെന്റ് വീവിംഗ് ആയിട്ടുള്ളതും ഡിഫറെന്റ് നെക്കോ ആയിട്ടുള്ളതും നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ്. പിന്നെ ഇതൊരു വെൽവെറ്റ് ഓർഗൻസ, ഫാൻജി ടൈപ്പ് എന്ന് പറയും. വെൽവെറ്റ് ഓർഗൻസ ടൈപ്പ് ഉള്ളതാണ്. കുറച്ചൊക്കെ ഒരു പാർട്ടി ടൈപ്പ് ഒക്കെ വരുന്ന അറ്റയർ ആണ്. ഇത് നമ്മൾ ആലിയ കട്ടൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാ, പക്ഷെ സ്റ്റിൽ അതിന് എൻക്വയറി ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് ആലിയ കട്ടും കൂടെ പണ്ടത്തെ മോഡലും പുതിയ മോഡലും എല്ലാം മിക്സ് ചെയ്തിട്ട് ഓരോരോ ഏരിയയിലും ഓരോരോ രീതിയാണ്. ഓരോരോ തമിഴ്നാടൊക്കെ നമുക്ക് ഇപ്പൊ ഈ ജോർജറ്റ് ഹാൻഡ് വർക്ക് ഹിറ്റായി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ശരിക്കും നമുക്ക് ഇവിടെ ജോർജറ്റ് ഹാൻഡ് വർക്ക് എല്ലാം ഒരുവിധം എല്ലാവരും എടുത്ത ഒരു ഇവിടെ ഇപ്പൊ മൽച്ചന്തേരി ഹിറ്റായി തുടങ്ങി. മൽ കോട്ടൺസ് മൽച്ചന്തേരി ഒക്കെ നമുക്ക് ഇവിടെ ഹിറ്റായി തുടങ്ങി. പക്ഷെ ഇപ്പൊ തമിഴ്നാട്ടിൽ അത് എത്തിയിട്ടില്ല. അതില് ജോർജറ്റ് ആണ് ഇപ്പൊ അവിടെ. അതാ ഞാൻ പറഞ്ഞു ഓരോരോ ഏരിയയിൽ എന്തൊക്കെ ഷോപ്പിൽ വെക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ എല്ലാം തരം ഐറ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതും നമുക്ക് പ്രൊഡക്ഷനിൽ ഇപ്പോഴും കൊണ്ട് നിർത്താൻ പറ്റുന്നില്ല. ഇതൊക്കെ ജോർജറ്റിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് ആട്ടോ. അത് മെഷീൻ എംബ്രോയിഡറി വർക്ക്. ഇപ്പൊ തിരക്കുള്ള കാരണമാണ് ഇപ്പൊ ഈ ഷോപ്പ് ഇങ്ങനെ ഇച്ചിരി മെസ്സി ആയിട്ട് കിടക്കുന്നത്. അത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ ഹോൾസെയിൽ ഷോപ്പ് കുറെ രാവിലെ തൊട്ട് തുടങ്ങും. ഇത് നമുക്ക് ടിഷ്യൂല് വരുന്ന കേട്ടോ, ടിഷ്യൂ സിൽക്കിൽ വരുന്ന, ടിഷ്യൂ ഓർഗൻസയിൽ വരുന്ന മെറ്റീരിയൽ ആണ്. ഇത് ഫുള്ളി നമ്മൾ നെക്കിൽ ത്രെഡ് വർക്ക് ആട്ടോ, കോപ്പർസറി ത്രെഡ് വർക്ക് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഇതുപോലെ തന്നെ ജോർജറ്റിൽ നമ്മൾ ഹെവി എംബ്രോയിഡറി വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആട്ടോ. ഇതൊരു എ ലൈൻ ടൈപ്പ് ആണ്, ഫ്രോക്ക് ടൈപ്പ് ആണ്. ഈ ഒരു റൂമിലുള്ളത് എ ലൈനും സ്ലിറ്റും എല്ലാം ഉണ്ട്. പക്ഷെ കസ്റ്റമേഴ്സിന് എ ലൈൻ ആണെങ്കിൽ അവർ ഫ്രോക്ക് ആയിട്ട് ഈ റൂമിൽ ഐറ്റംസ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ആരും എടുത്തിട്ടുള്ള ഇത് കസ്റ്റമേഴ്സ് എടുത്ത് ഇപ്പൊ രാവിലത്തെ ഒരു ബഹളം കഴിഞ്ഞിട്ടുള്ളതിന്റെ ബില്ലിംഗിലേക്ക് പോവാനുള്ളത്. ബില്ലിംഗിലേക്ക് പോയി ഇതൊക്കെ നമുക്കിപ്പോ തീർന്നു കേട്ടോ. ഇപ്പൊ ഈ വെർട്ടിക്കൻ ഐറ്റം ഒക്കെ നമുക്കിപ്പോ തീർന്നിരിക്കും. ഇതിപ്പോ കസ്റ്റമർ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റം. അതുപോലെ ഇതുപോലെ ഇതൊക്കെ നമ്മൾ അവിടെ കണ്ടിട്ടില്ല. പ്രൊഡക്ഷനിലുണ്ട്, സ്റ്റിച്ചിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്ന ഐറ്റംസും ഉണ്ട്. ഇതൊക്കെ നല്ല ബിഗ് പ്രിന്റ്സ് വന്നിരിക്കുന്ന കോട്ടണില് 3 പീസ് ആയിട്ടുള്ളത്. ഇതും നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ. ബിഗ് പ്രിന്റിൽ തന്നെയാ വരുന്നത്. കോട്ട് സെറ്റ്. ഇതൊക്കെ കസ്റ്റമേഴ്സ് നമുക്ക് റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ മാറ്റി വെച്ച് അവര് വന്ന് എടുക്കുന്ന
പീസസ്. അപ്പൊ രാവിലെ വിളിച്ചു പറയും വരുന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ അന്നത്തെ കളക്ഷൻസിൽ നിന്ന് നല്ല നല്ല പാറ്റേൺസ് ഒക്കെ അവർക്ക് എടുത്ത് മാറ്റി വെക്കും. അതിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും വിളിക്കാട്ടോ. അങ്ങനെ അവർക്ക് മാത്രല്ല അല്ല, എല്ലാവർക്കും വിളിക്കാം. എല്ലാവർക്കും വിളിക്കാം. ഇനി ഇത് സിമ്പിൾ ആയിട്ട് പണ്ടത്തെ ഇത് നമ്മളിപ്പോ പറഞ്ഞില്ലേ ജോർജറ്റ് ഹാൻഡ് വർക്ക്. നമുക്ക് ഇപ്പം കേരളത്തിൽ കുറവാ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിലും നമുക്ക് ഹെവി ആയിട്ട് ഇപ്പം എന്താ പറയാ സൗത്ത് ഏരിയാസിൽ കൂടുതൽ പോകുന്നുണ്ട്. ഓക്കെ, ഇതിനെ കുറിച്ച് ഈ ഏരിയയിൽ എന്താ, ഈ കൗണ്ടറിൽ എന്താ ഇരിക്കണേ? ഈ കൗണ്ടറിൽ നമ്മള് യൂണിക് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഐറ്റംസ് ആട്ടോ. ഇതൊക്കെ നമുക്ക് മൽച്ചന്തേരിയിൽ വരുന്ന ഹാൻഡ് വർക്ക് ആണ്. ഓക്കെ, നമ്മൾ കുറച്ച് ബുട്ടിക് ടേസ്റ്റിലാണ് ചെയ്യുന്നത്. നമുക്ക് കസ്റ്റമേഴ്സ് ഇങ്ങനെ എല്ലാവർക്കും യൂണീക്ക് ആയിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ കസ്റ്റമേഴ്സിന് അധികം വേണ്ട. കോമൺ ആയിട്ടുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ട. ഇതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല ഫിനിഷിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു കേട്ടോ. മൊത്തത്തിൽ കളർ വൈസ് നോക്കുകയാണെങ്കിൽ അതിൽ 2 ഷെയ്ഡ് ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ നമുക്ക് ഷെയ്ഡ്സ് ഉണ്ട്. ഇത് പേസ്റ്റൽ ഷെയ്ഡ്സ് ആട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ലാവൻഡർ, ലൈറ്റ് പീച്ച്, ഇതുപോലത്തെ ഷെയ്ഡ്സ്, ഓണം കളറ്, നല്ല ഷെയ്ഡ്സ് കളർ എല്ലാം ഉണ്ട്. ഓരോന്നോരോന്ന് ഞാൻ ഇവിടെ ഇട്ട് കാണിച്ചു തരാം. നല്ല ആ ഷെയ്ഡുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒക്കെ ഡിഫറെന്റ് ഷെയ്ഡാണ് വരുന്നത്. ഒക്കെ നല്ല പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ, ഈ ഫുൾ ഷെയ്ഡുകൾ. അതുപോലെ ഇതും ജോർജറ്റിൽ, ഇതൊക്കെ ജോർജറ്റിലെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് പാറ്റേൺ ആട്ടോ. ഇതിനൊക്കെ ഒരു 7-8 കളർ ഉണ്ട് നമ്മുടെ കയ്യിൽ, സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോ നമുക്ക് ഇതൊക്കെ സൈസ് വരുന്നത് മീഡിയം, ലാർജ്, M2 XXL ഒരു കാറ്റഗറി ഉണ്ടാവും. അതുപോലെ 44 to 48, 50 സൈസസ് വരെ ഒരു കാറ്റഗറി. അത് വരാൻ വേണ്ടിട്ട് പ്ലസ് സൈസസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതൊക്കെ കോട്ടൺ, ഒരു എന്താ പറയാ കോട്ടൺ റയോൺ മെറ്റീരിയൽ ആണ്. ഇതുപോലെ ഹാൻഡ് വർക്ക്സ്, ചെറിയ ഹാൻഡ് വർക്ക്സ് ഒക്കെ ടച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന. ഇത് കോട്ടണില്, നമ്മുടെ കോട്ടൺ 60s കോട്ടണില് കോളർ നെക്കിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന. ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള ടൈപ്പാട്ടെ. പക്ഷെ നമ്മൾ ഇതിൽ മൈന്യൂട്ട് ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഒക്കെ ഒരുപാട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഒരു കോമ്പിനേഷൻ അല്ല നമ്മുടെ ഷോപ്പിലുള്ളത്. വളരെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും നമ്മൾ എല്ലാ പീസസും യൂണീക്ക് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ നല്ല സ്കാലപ്ഡ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. കുറച്ച് വർക്ക് പാറ്റേൺസ്, ഇതിന്റെയൊക്കെ എല്ലാ ഷെയ്ഡ്സും അവൈലബിൾ ആട്ടോ. ഇതൊക്കെ നല്ല വെൽവെറ്റ് ഓർഗൻസയിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ്. ഇതെല്ലാം ജോർജറ്റ് മെറ്റീരിയലിൽ വന്നിരിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് സ്റ്റോക്സ് അവൈലബിൾ ആണ്, കോൺടാക്ട് ചെയ്താൽ മതി. ഇതൊക്കെ നല്ല പേർപ്പിൾ ഷെയ്ഡില് നല്ലൊരു സെമി സിൽക്കിലൊക്കെ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ലുക്ക്, ഫുൾ ലുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഡിഫറെന്റ് കളറിൽ നമ്മൾ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള വർക്ക് ആട്ടോ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് വെളിയിൽ കിട്ടുന്നത് ഇത്രയും വർക്ക് ഒന്നും കാണത്തില്ല. നമ്മൾ അത്രയും തിക്നെസ്സിലാണ് ഇതിന്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ കണ്ടോ, നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ചെറിയ മൈന്യൂട്ട് വർക്ക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് വർക്ക് ആണ് ഫുള്ള്. അതും രാവും പകലില്ലാണ്ട് നമ്മുടെ ഈ ഓണം അടിപൊളിയാക്കാൻ വേണ്ടിട്ട് വർക്കേഴ്സ് ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കണം അല്ലേ. അവർക്ക് ഇതുവരെ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓണം കഴിഞ്ഞാൽ റെസ്റ്റ് നമ്മൾ ഇച്ചിരി കൊടുക്കും, നാട്ടിലേക്ക് വിടും. പക്ഷെ ഇപ്പൊ നമുക്ക് ഫുൾ ടൈം രാവും പകലില്ലാണ്ട് എന്താ പറയാ കണ്ടിന്യൂസ് ഷിഫ്റ്റ് പോലെയാണ്. അല്ല, നമ്മള് കുഴപ്പമില്ല. ഒരു ടീം ഷിഫ്റ്റിലെടുക്കും, ഒരു ടീം അടുത്ത ആള് ചെക്കിങ്ങിന് പോകും. അങ്ങനെ ഒരു കോർഡിനേഷൻ. ഇവരെ യൂണിറ്റും അതുപോലെ ഗോഡൌണ് ഇവിടുന്ന് അധികം ദൂരം ഇല്ല. പക്ഷെ ഇതൊക്കെ കാണുന്നേക്കാളും നല്ലത് നമുക്ക് ഫുൾ ഫിനിഷ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അത് കാണണമെങ്കിൽ നമുക്ക് ഡോട്ട്സിലേക്ക് വന്നാൽ മതി. അപ്പൊ ഡോട്ട്സ് എറണാകുളത്ത്. ഓക്കെ, ഇതൊക്കെ നല്ല ഹെവി വർക്ക് ഉള്ളതായിട്ട്. ഇതിന്റെയൊക്കെ ബീഡ്സ് നമ്മൾ ഭയങ്കര ക്വാളിറ്റി ബീഡ്സാണ് ചെയ്യുന്നത്. എപ്പോഴും വാഷ് ചെയ്താലൊന്നും ഒരു പ്രോബ്ലവും വരാത്ത ടൈപ്പ്, എത്ര നാൾ വേണമെങ്കിലും ലാസ്റ്റ് ചെയ്തോളൂ. അപ്പൊ വർക്കിനെ കുറിച്ചിട്ട് ഒന്നും പറയല്ലോ, ഒക്കെ ഫിനിഷിംഗ് ആണ്. പിന്നെ ഈ ഹാൻഡ് വർക്ക് നമുക്ക് 2-3 തരം ക്വാളിറ്റി. ഇപ്പൊ തുണീനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുണിയിൽ തന്നെ ഒരു പ്രോഡക്റ്റിൽ എന്ന് വെച്ചാൽ ജോർജറ്റിന്റെ മെറ്റീരിയൽ അതിൽ തന്നെ 2-3 അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ജോർജറ്റിൽ. അതിൽ തന്നെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഹാൻഡ് വർക്കിലും ഇതേപോലെ തന്നെ ക്വാളിറ്റി ഉണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി. അത് ഏറ്റവും മുന്തിയ ക്വാളിറ്റിയാണ് നമ്മള് വെച്ചത്. അല്ല, നമുക്ക് കസ്റ്റമേഴ്സ് എപ്പോഴും റെഗുലർ ആയിട്ട് തിരിച്ചു വരണം. ഇപ്പൊ എന്റെ അടുത്തുള്ള കസ്റ്റമേഴ്സ് ഒക്കെ 14 കൊല്ലമായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സാ. നമ്മളിപ്പം റേറ്റ് കുറവിന് അല്ലെങ്കിൽ നല്ലൊരു ചീപ്പായിട്ടുള്ള ഒരു ഐറ്റം കൊടുത്തു വിട്ടാല് നാളെ അവർക്കും കസ്റ്റമർ വരില്ല, നമുക്കും ഈ കസ്റ്റമർ മിസ്സാവും. അപ്പൊ നമ്മളെപ്പോഴും ക്വാളിറ്റി. ഞങ്ങള് 14 കൊല്ലായി. 14 കൊല്ലം. പക്ഷെ 4 കൊല്ലമായിട്ട് ഞാൻ എന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതെന്താ സംഭവം? ഇത് ലിനൻ കോട്ടണില് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ആട്ടോ. ലിനൻ ടിഷ്യൂ മെറ്റീരിയൽ ആണ്. ഒരു സെലക്ട് ചെയ്തോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഞാൻ അത് പിടിച്ചു വലിച്ചു ചോദിച്ചത്. അതായത് പ്രിൻസസ് കട്ടില് നമ്മൾ പാറ്റേൺ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇതാണ്. അപ്പൊ ഇതിന്റെ കളേഴ്സും അവൈലബിൾ? കളേഴ്സ് ഉണ്ട്. ഇതിന്റെ ഇതൊക്കെ എവിടെ ഇരിക്കണം? മുകളിലുണ്ട്. മുകളിൽ പോയി കാണാൻ മതി. ഞാൻ കസ്റ്റമർ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ കളർ ഷെയ്ഡ് കണ്ടപ്പോ ലെവൻഡർ എല്ലാവർക്കും ഇഷ്ടമല്ലേ, അങ്ങനെ നോക്കി എടുത്തത് കേട്ടോ. മുകളിൽ പോയാലോ? ഓക്കെ, നമ്മൾ കയറി വരുമ്പോ കണ്ടൊരു ഐറ്റം ഒക്കെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് വെറൈറ്റീസ് നമ്മുടെ ഓണം കളക്ഷൻസ്, കുറച്ച് ഓണം കളക്ഷൻസിന്റെ വെറൈറ്റീസ് നോക്കാം. ഓക്കെ,
ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പാനൽ കട്ടിൽ ഇതൊരു പാനൽ കട്ട് ചേച്ചി ഇട്ട സ്റ്റൈൽ തന്നെയാട്ടോ. പാനൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് പാനൽസ് ആണ് വരുന്നത്. കൂടാതെ ബനാറസി മെറ്റീരിയലിൽ ഫുള്ളി ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തൊരു മെറ്റീരിയൽ ആട്ടോ. യൂണിക്കില് അതിൽ ചെറിയ ചെറിയ ബൂട്ടാസും വരുന്നുണ്ട്. ചെറിയ ചെറിയ വൂവൻ ബുട്ടാസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മൽക്കോട്ടൺ ഫാബ്രിക് ആട്ടോ. മൽക്കോട്ടണില് കോളേർഡും അതുപോലെ തന്നെ ത്രെഡ് വർക്ക് ആണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് ത്രെഡ് വർക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് ത്രെഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ റെഗുലർ ആയിട്ട് നമുക്ക് പോകുന്ന ഒരു ഐറ്റം ആട്ടോ. എപ്പോഴും 365 ഡേയ്സും ഡിമാൻഡ് ഉള്ള ഒരു അജ്രക് പാച്ച് വിത്ത് വർക്ക്. നെക്സ്റ്റ് വരുന്നതും ഒരു മൽക്കോട്ടൺ ഫാബ്രിക്കില് ഇതുപോലെ വിത്ത് പോക്കറ്റ്സ് ആട്ടോ. ഫ്രോക്ക് മോഡൽ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വിത്ത് പോക്കറ്റ്സ് ആണ്. ഇതുപോലെ എംബ്രോയിഡറി ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന വർക്ക് ആണ്. സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബനാറസി മെറ്റീരിയലില് നമ്മൾ ചെയ്തിരിക്കുന്ന ഡബിൾ ഷെയ്ഡ് ഇതിന്റെ കളേഴ്സ് വേറെ കിട്ടും. കിട്ടും. ഇതിന്റെ കോമ്പിനേഷൻസ് ഉണ്ട്, നമ്മുടെ കയ്യിലുണ്ട്, കളേഴ്സ് ഉണ്ട്. ഇതും അതുപോലെ തന്നെ ഒരു കോട്ട് പൈപ്പിംഗ് എല്ലാം കൊടുത്ത് വീനെക്കില് സ്റ്റൈൽ ചെയ്തിരിക്കുന്ന കോറ കോട്ടൺ മെറ്റീരിയലില് വിത്ത് ത്രെഡ് വർക്ക്. ഇതിടുമ്പോ ഒരു ഹാൻഡ്ലൂം ഒരു ഹാൻഡ്ലൂം ടച്ച് ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന പോലെ ടിഷ്യൂ ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നല്ലൊരു കാറ്റഗറിയാണ് നോക്കാനായിട്ട് നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പൊ വേഗം വരാം. ഇതുവരെ സ്റ്റോക്ക് നിറയ്ക്കാത്തവരാണെങ്കിൽ വെറൈറ്റി തപ്പണവരാണെങ്കിൽ ഡെഫിനറ്റ്ലി എവിടേക്ക് വേണ്ടത്? ഡോട്ട്സ്. യെസ്, ഡോട്ട്സ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് വീണ്ടും പറയാം ലൊക്കേഷൻ എറണാകുളത്താണ്. ഇവർക്ക് വേറെ ബ്രാഞ്ചസ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇവിടെ തന്നെ വരണം. നിങ്ങളുടെ എറണാകുളം ഭാഷയിൽ പറയില്ലേ ഇവിടെ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡയലോഗ് പറഞ്ഞു. ഇങ്ങോട്ട് തന്നെ വരണം. അങ്ങനെയാ വേണ്ട. അതിപ്പോ എനിക്ക് പറയാറ് ഇങ്ങോട്ട് തന്നെ വരണം. ഓക്കെ, എറണാകുളം പ്രസ് ക്ലബ് റോഡിലാണ് നിൽക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇവിടെ അടുത്ത് കാണും. അതുപോലെ തന്നെ CSB ബാങ്കിന്റെ ഒക്കെ അടുത്തായിട്ട് അവിടെ ഒരു 50 മീറ്റർ ഷോപ്പിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ മാർക്കറ്റില് പുതിയതൊന്നല്ല, ഒരു ഭയങ്കര കൊല്ലത്തെ എക്സ്പീരിയൻസ് കൂടിയാന്ന് വെച്ചാൽ ഇവര് വന്നതോടുകൂടി മാർക്കറ്റ് അയ്യോ അല്ല അത് സത്യമാണ്. എറണാകുളം മാർക്കറ്റിൽ ഡോട്ട്സ് വന്നതോടുകൂടി മാർക്കറ്റ് ആയിരുന്നു അല്ലെ. അങ്ങനെ ഞാൻ പറയും, ഞാനല്ല മൊത്തത്തിൽ പറയും. ഇവരൊക്കെ വിലയില്ലാന്ന് അത് വിചാരിച്ചിട്ടല്ലേ, നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് കേട്ടോ. അപ്പൊ ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ഇനിയും കാണണമെങ്കിൽ വീഡിയോ എന്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ താങ്ക് യു ചേച്ചി. അപ്പൊ ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ട് തിരക്കല്ലേ? ഇപ്പൊ നല്ല ഭക്ഷണം കഴിക്കാൻ പോലും നേരമില്ല, അത്രയും തിരക്ക് തുടങ്ങി. നിങ്ങളുടെ കടയിലേക്ക് തിരക്ക് വേണമെന്ന് വെച്ചാൽ ഈ യൂണിക്ക് വേഗം അങ്ങോട്ട് മേടിച്ചുകൊണ്ട് വെച്ചോ അല്ലേ? അതെ. ഓക്കെ, ബൈ.